ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ഉപാധികളോടെ കോടതി ജാമ്യം നൽകി. ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. നീണ്ട 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം 2 കന്യാസ്ത്രീകളും ഇന്നു തന്നെ ജയിൽ മോചിതരാകും. തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് BJP സർക്കാരിന്റെ ഭരണത്തിൽ നരകയാതന അനുഭവിച്ചത്. ബജരംഗ് ദൾ പ്രവർത്തകരാണ് 2 കന്യാസ്ത്രീകളെ ജയിലിലാക്കുന്നതിനും ജാമ്യം വൈകിപ്പിക്കുന്നതിനും പിന്നിൽ പ്രവർത്തിച്ചത്. കേരളത്തിലെ BJP നേതൃത്വം കന്യാസ്ത്രീകൾക്കൊപ്പം നിന്നപ്പോൾ ഛത്തീസ്ഗഡ് BJPയും സർക്കാരും കന്യാസ്ത്രീകൾക്ക് എതിരായി പ്രവർത്തിച്ചു. കേന്ദ്ര BJPയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കന്യാസ്ത്രീകളോടൊപ്പം എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ഛത്തീസ്ഗഡ് BJPയുടെ വാശിക്ക് മുന്നിൽ നിസ്സഹായരായി. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അടക്കമുള്ള UDF നേതാക്കളും MP-മാർ അടക്കമുള്ള LDF നേതാക്കളും കന്യാസ്ത്രീകളുടെ മോചനത്തിനായി നിരന്തരം ഇടപെട്ടു. പല നേതാക്കളും ദിവസങ്ങളായി ദുർഗിൽ തുടരുകയാണ്. വലിയ പ്രതിഷേധങ്ങൾക്ക് ശേഷം 2 കോടതികളും കൈയൊഴിഞ്ഞ കേസിലാണ് ഇപ്പോൾ ബിലാസ്പൂർ NIA കോടതി അനുകൂല വിധി പുറപ്പെടുവിച്ചത്. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷിയാണ് വിധി പറഞ്ഞത്. 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിലാണ് ജയിൽ മോചനം സാധ്യമാകുന്നത്. 2 പേരുടെയും പാസ്പോർട്ടുകൾ കോടതിയിൽ കെട്ടിവെക്കണം. രാജ്യം വിട്ടു പോകരുത് എന്ന നിബന്ധനയും കോടതി മുന്നോട്ട് വെച്ചു. ഈ ഉപാധികൾ അംഗീകരിച്ചതോടെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകി.